അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. കടമ്പഴിപ്പുറത്തെ നൊമ്പരമായിരുന്ന ശ്രീനന്ദയുടെ ഭൗതികദേഹം ഔദ്യോഗിക കർമ്മങ്ങൾക്ക് ശേഷം ഐവർ മഠം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ടവൾക്ക് വിട നൽകാൻ തിരുവല്ലാമലയിലേക്ക് എത്തിയത്. ചിക്കമംഗളൂരുവിലെ കൊക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കടമ്പഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദയുടെ ഭൗതികദേഹം തിരുവല്ലാമല ഐവർ മഠം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കാണാതായ ശ്രീനന്ദയെ കണ്ടെത്താൻ നടന്ന ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ മുല്ലയനി നഗരിയിലെ 1500 അടി താഴ്ചയുള്ള കൊക്കയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നാൾവഴികൾ ഇങ്ങനെ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാണാതാകുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ കൊക്കയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ബുധനാഴ്ച ദുർഘടമായ മലയിടുക്കുകളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടെ നാട്ടിലെത്തിച്ചു. ഇന്നു പുലർച്ചെ മുതൽ കടമ്പഴിപ്പുറത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സഹപാഠികളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് വിലാപയാത്രയായാണ് തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോയത്. ന്യൂസ് ഡെസ്ക് CCV.